ഈ കുയിലിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഈ പ്രഭാത സന്ദേശം നൽകുക എന്നുള്ളതും അത് ശ്രവിക്കുക എന്നുള്ളതും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. കുയിലുമായി അല്ലെങ്കിൽ കുയിലിൻ്റെ ഈ കരച്ചിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിന്തകളുണ്ട്. ഈ ബ്രൂഡ് പാരസിറ്റിസം എന്ന് പറയുന്ന സംഗതി ഈ കുയിലിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. കുയിൽ ഒരിക്കലും സ്വന്തം കൂടുണ്ടാക്കി മുട്ടയിടില്ല. അന്യപക്ഷികളിട്ട മുട്ട ഭക്ഷിച്ചിട്ട് അവിടെ തൻ്റെ മുട്ട സ്വന്തം മുട്ട നിക്ഷേപിച്ചിട്ട് അതിനകത്ത് നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു രീതിയുള്ള പക്ഷികളുടെ കൂടിയാണ് കുയിൽ. അങ്ങനെയാണ് ഈ ബ്രൂഡ് പാരസിറ്റിസം എന്നുള്ള ഒരു വാക്കുണ്ടായതും ഒരു പ്രതിഭാസം തന്നെ ഉണ്ടായതും. കാരണം ഒരു ചതിയുടെ ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷേ കാക്കക്കൂട്ടിൽ മുട്ടയിട്ടാൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാക്കയ്ക്ക് കുഞ്ഞ് വിരിഞ്ഞു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അവസ്ഥ മനസ്സിലാവും. കരച്ചിൽ കൊണ്ട് മാത്രമല്ല, നിറം, പുള്ളിക്കുത്ത് എല്ലാം കണ്ട് ഉടനെ ആ കുഞ്ഞിനെ തള്ളി താഴെ ഇടും. അങ്ങനെയാണ് കുയിൽ കുഞ്ഞുങ്ങളാണ് ഒരുപാട് താഴെ വീണിട്ടാണ് പിന്നെ അവർ വളർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ ഈ ബ്രൂഡ് പാരസിറ്റത്തിനകത്ത് ഒരു മറുവശം ഉണ്ടെന്നുള്ളതും ഓർത്തിരിക്കുന്ന നല്ലതാണ്. ഈ കുയിലിനെ കുറിച്ചുള്ള ഒരു വേറെ ചിന്ത പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് കേട്ടപ്പോൾ ബ്രൂഡ് പാരസിറ്റിസ് ഓർത്തെന്ന് മാത്രമേ ഉള്ളൂ. കുയിൽ എപ്പോഴും പ്രതീക്ഷ നൽകുന്ന ഒരു പക്ഷിയാണ്. കാരണം കുയിലിൻ്റെ കരച്ചിൽ അല്ലെങ്കിൽ കുയിലിൻ്റെ നാദം, കരച്ചിൽ എന്ന് പറയാൻ പറ്റും, നാദം തീർച്ചയായിട്ടും അത് ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ ഒരു മെയ്റ്റിങ്ങിൻ്റെ സമയത്താണ് ഈ കൂടുതൽ കരച്ചിലുണ്ടാവുക. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇരുന്നാൽ പോലും ഇതിന് വേറൊരു പ്രതീകാത്മക അർത്ഥമുണ്ട്. ആ അർത്ഥമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ശബ്ദമാണ്. അങ്ങനെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എന്ന് ഓർത്താൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരും. നമ്മളാരും ഒറ്റപ്പെട്ടവരല്ല എന്നും നമുക്ക് വേണ്ടി ആരൊക്കെയോ കാത്തിരിക്കുന്നുണ്ടെന്നും ആ കാത്തിരിക്കുന്നവരുടെ അടുക്കലായിരിക്കും നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ എന്നുള്ളൊരു ചിന്ത. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പടിയും കൊണ്ട് ഉയർത്തിയ ഒരു ആത്മീയ തലത്തിലേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിച്ചാൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ ആണ് ഈ കുയിൽനാദം ഒരർത്ഥത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. കാരണം നമ്മൾ ഈ ജീവിതത്തിലൂടെ ഇവിടെ കടന്നു പോകുമ്പോഴെല്ലാം ഒറ്റപ്പെട്ടു, കഷ്ടപ്പെടുന്നു, പിന്നെ മാറ്റി നിർത്തപ്പെടുന്നു എന്നൊക്കെ തോന്നുമ്പോഴും അവിടെയെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഇല്ല, യു ആർ നോട്ട് എലോൺ, നീ ഒറ്റയ്ക്കല്ല എന്നും നിൻ്റെ കൂടെ ഞാനുണ്ടെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഈ കുയിൽനാദത്തിനകത്തുണ്ട്. ആ ഓർമ്മപ്പെടുത്തലാണ് ആത്യന്തികമായിട്ട് ദൈവം എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ സൃഷ്ടാവെന്നോ രക്ഷകനെന്നോ അല്ലെ സൃഷ്ടിസ്ഥിതി എന്തെടുത്താലും പരിപാലിക്കുന്നവരെന്ന് എന്ത് വാക്കുപയോഗിച്ചാലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ somebody who takes care of us, നമ്മൾ നോക്കുന്ന ഒരാൾ, നമ്മൾ പരിപാലിക്കുന്ന ഒരാൾ, കൊണ്ടു നടക്കുന്ന ആൾ, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ദൈവം എന്താണെങ്കിലും എന്നെ കൈവിടില്ലല്ലോ. കാത്തിരിക്കുന്ന ആൾ കൂടെ നിർത്താനല്ലേ ശ്രമിക്കുകയുള്ളൂ. അപ്പം ആ ദൈവത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലും കുയിൽനാദത്തിനകത്തുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ആ കുയിൽനാദം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മൂന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് മാറ്റങ്ങൾ വരും. കാരണം രാത്രിയിലാണല്ലോ കുയിൽ എപ്പോഴും കരയുന്നത്. അതൊരു പകലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുകളെ കൂടിയാണ്. പകൽ നിങ്ങൾ ഒറ്റപ്പെട്ടാലും രാത്രിയിൽ ഞാൻ കൂടെയുണ്ട് എന്ന് കുയിൽ നമ്മെ ദൈവിക ചിന്ത തന്നുകൊണ്ട് ഓർമ്മിപ്പിക്കുകകൊണ്ട് ചെയ്യുന്നു. അപ്പോൾ കുയിലിൻ്റെ പാരസിറ്റിസം എന്നുള്ള ബ്രൂഡ് പാരസിറ്റിസം എന്നുള്ള നെഗറ്റീവ് വശത്തെക്കുറിച്ച് ഓർക്കാതെ അല്ലെങ്കിൽ അതിനകത്ത് പെട്ടുപോകാതെ കുയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് നല്ല ചിന്തകളിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാം. നമ്മളാരും ഒറ്റപ്പെട്ടവരല്ലെന്നും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എന്നും ഒന്ന്. രണ്ടാമത്തെ, നമ്മുടെ ഈ ഇരുട്ട് എന്നുള്ളത് പകലായി മാറുമെന്നുള്ള ഒരു അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമുക്കൊരു യാത്രയുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും നമ്മെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയും പ്രത്യാശയും തന്ന് മുന്നോട്ട് നയിക്കും. അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് കൂടി ഈ കുയിൽനാദം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.